എന്നാൽ ഒരു ദിവസം ആരിഫ് ഹുസൈനായി ഒന്ന് സംസാരിക്കണം. അപ്പോൾ അയാൾ പറയുന്നത് തെറ്റാണെന്ന് ആളുകൾ അറിയട്ടെ. എന്തിനാ ആരിഫ് ഹുസൈനോട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആൾ എന്താ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾക്കൊരു ഇംഗ്ലീഷിൻ്റെ ആൻസർ എങ്ങനെയാണ് നിങ്ങൾ പറയാം. ഒരു ഇംഗ്ലീഷ് നമുക്കൊരു ക്വസ്റ്റ്യൻസ് തന്നാൽ അതെങ്ങനെയാണ്, ആദ്യം കട, പിന്നെ ഇപ്പുറത്തെ, പിന്നെ നടുക്കഷ്ണം, അങ്ങനെയിട്ടാണല്ലേ ആ ചോദ്യത്തിൻ്റെ നമുക്ക് എന്താ പറയുക ഒരു 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 അർത്ഥം തന്നെ മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ ഈ ആരിഫ് ഹുസൈൻ പകുതി എടുക്കുന്നു, പകുതി മുണുങ്ങുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. താത്ത നിങ്ങൾ എന്താ തലയിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്? നിക്കാബ് ഇടേണ്ടത് നെറ്റിയും മുഖവും മറയ്ക്കണം. ഇടുകയാണെങ്കിൽ മുൻകൈയും മുഖവും ഒഴിച്ച് മറച്ചാലും മതി. എനിക്കറിയില്ലായിരുന്നു. അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നതും ജിഹാദിൻ്റെ ഭാഗമാണ്. ഞാൻ ഇന്ന് വരെയല്ല കാണാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയടാ. പിന്നെ ഞാൻ പഠിച്ചതും അങ്ങനെ തന്നെയാണെടാ. എന്നെ പഠിപ്പിച്ചതിലൊരു തെറ്റുണ്ടെങ്കിൽ അങ്ങനെയല്ലേ. പിന്നെ കുമാറോ എന്തെങ്കിലുമൊക്കെ ആട്ടെ, എന്നോട് ഞാൻ ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം. നീ ഇസ്ലാമിലേക്ക് വന്നു എന്ന് കരുതി നീ നിൻ്റെ അമ്മേനെ കാണാൻ പോവാതിരിക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നീ ചെയ്യരുത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണടാ അപ്പോൾ ഇസ്ലാമിലെ ആളുകൾ മറ്റുള്ളൊരു കാഫിറാണെന്ന് പറയുന്നത്? ജസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഗൾഫിലേക്ക് എത്ര മലയാളികൾ പോയിട്ടുണ്ട്? ഹിന്ദു, ക്രിസ്ത്യൻ, അറബി നാട്ടിലേക്ക് തന്നെ. അങ്ങനെ അന്യമതസ്ഥർ കാഫിറാണ്, അവരെ കണ്ടടത്ത് വെച്ച് കൊല്ലണം എന്നുള്ളൊരു നിയമമുണ്ടെങ്കിൽ ഈ ഇന്ത്യയിലത്തെ ആളുകളൊക്കെ ഗൾഫിലേക്ക് പോകുമായിരുന്നടാ. അവിടേക്ക് എത്ര ചിട്ടയോടുകൂടെ ജീവിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയിലെ ഒരു മുസ്ലിം അല്ലാത്ത ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പോകുമായിരുന്നോ? ഇല്ലല്ലോ. പഴയ ഫോട്ടോ ഉണ്ടോ പർദ്ദയിടാതെ? ഉണ്ടായിരുന്നു. വിവരമില്ലാത്തത് വിളിച്ചു പോവല്ലോ. ആണോ അവൻ്റെ ഉമ്മ അവനെ അങ്ങനെയാണ് പ്രസവിച്ചത്, വഴുതനങ്ങ കെട്ടിയിട്ട്. അത് ശരിയാ. ചെരുപ്പിടാതെ പോയിട്ടുണ്ടോ എവിടേക്ക്? ഹായ്, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ ഒരുപാട് വായിക്കുന്ന ആളല്ലേ, അപ്പോൾ ഇതൊന്നും കണ്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. അള്ളാഹു നബിയും ഒരാൾ ഇല്ലേ? താത്ത എന്നാൽ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ചെയ്ത വയസ്സ് 52 ഇപ്പോൾ നിങ്ങൾക്ക് 53 അല്ല, 53 അല്ലടാ, 75 കേട്ടോ. നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ടോ? പിന്നെന്താണ്ട്? അറിയില്ലെങ്കിൽ നിർത്തിപ്പോ. എവിടേക്ക്? ശ്രീജ നിൻ്റെ LDF തോറ്റമ്പിയിൽ. ഇപ്പോൾ LDF തന്നെയാടാ ജയിച്ച് നിൽക്കുന്നത്. ജനങ്ങൾക്കൊക്കെ 100% മനസ്സിലായി ഞങ്ങൾ വോട്ട് ചെയ്ത് തെറ്റായ ആളുകൾക്കാണെന്നുള്ളത്. ഇനി ഓരോ പോസ്റ്റുകൾ കീറണൻ്റെ അടിയിലെ കമൻറ്റ് നോക്കടാ കേട്ടോ. മൊയ്തീൻ കുട്ടിയെ ഇന്നൊക്കെ എത്ര ദിവസമായിടാ? 10 ദിവസം, 6 ദിവസമായിട്ടും ചർച്ചയിലൂടെ ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത ഹൈക്കമാൻഡ് കേരളത്തിലെ കുറച്ച് പോടാ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബെഞ്ചിട്ടിരിക്കാൻ പറയടാ. നമ്മുടെ ഗണേഷ് കുമാർ പറഞ്ഞത് 3 ആൾക്കും ബെഞ്ചിട്ട് കൊടുത്ത് 3 ആൾ ഭരിക്കട്ട. ഇതിൽ കളിയിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരുത്തം വന്നിട്ട് പറയുന്നു ഏതെങ്കിലുമൊക്കെ ഒരു MLA രാജിവെച്ച് ഞാൻ അവിടെ മത്സരിച്ച് അവിടെ ജയിച്ച് ഞാൻ മുഖ്യമന്ത്രിയാവുന്നു. പോടാ കടന്നിട്ട് പൊട്ടന്മാരെ, വോട്ട് കൊടുത്ത പൊട്ടന്മാരെ കേട്ടാ. അങ്ങനെ തന്നെ വിളിക്കും. ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളെ. എന്നിട്ട് രാഹുൽ ഗാന്ധി വന്ന് പറയുന്നു എന്തെന്ന്, 3 പേരും നല്ല കഴിവുള്ളവരാണ് എന്ന്. അങ്ങനെയാണോ പറയേണ്ടത്? കളിയിലില്ലാത്ത ആളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഇവനൊക്കെ എങ്ങനെയാടാ വന്നിട്ട് രാജ്യം ഭരിക്കണത്? എന്നാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി മോദിയായിട്ട് തന്നെ അങ്ങോട്ട് ഇരിക്കുക നല്ലത്. ഈ അടിപിടി ഉണ്ടാവില്ല. ഓക്കെ, ഈ കടിപിടി ഉണ്ടാവില്ല. തമാശയല്ല. ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇനി ഇതുവരെ പറ്റിയിട്ടില്ല. അവരാണ് രാജ്യം ഒട്ടാകെ ഭരിക്കാൻ നടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇവർക്കൊന്നും സാധിക്കില്ല. കൊക്കണ. അവിടെ കുറച്ച് MP-മാർ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താടാ കേരളത്തിൽ ഉണ്ടാക്കിയിറക്കുന്നത്? അവിടെ ചെന്ന ഒരുത്തൻ്റെ സൗണ്ടില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നു കോൺഗ്രസ്. ഓടാ തിരിച്ചു വരിടാ സഖാക്കൾ.
തിരിച്ച് വരും. വോട്ട് കൊടുത്തവർ അയ്യേ എന്ന് പറയും കേട്ടാ. ഇനി ഒരിക്കലും കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കാത്ത വിധം ആര് തിരിച്ചു വരും? ഷോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകും മക്കളെ. ഇവരുടെ തല്ലൂട്ടം കഴിഞ്ഞിട്ട് എപ്പോഴാണ് പെൻഷൻ കിട്ടുക? അടുത്തെങ്ങാനും കിട്ടുമോ? പോട്ടെ, KSRTC ബസ്സിൽ ഫ്രീ ടിക്കറ്റ് നടപ്പാവുമോ? കണ്ടറിയടാ. അതൊക്കെ ഞങ്ങളുടെ മുഖ്യൻ പിണറായി തന്നെ. ഇനി പിണറായിയെ പോലെ ഒരാൾ ഇവിടെ ഭരിക്കില്ലടാ കേട്ടാ. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ്, എന്തു തേങ്ങയുടെ മൂട് പറഞ്ഞാലും മതി. ഇപ്പം നിങ്ങൾ എന്തെന്നാ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് ഒരാളൊരു ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പോയിടാ ഒരാൾ വന്ന്, അതുപോലെ 9 ചോദിച്ചാൽ 100 പേര് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ചോദ്യോത്തരവേളയാണ് അത് അവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നായിരുന്നു. അല്ല, അതിന് പോലും ബുദ്ധി ഉണ്ടായിരുന്നില്ല കുറേ ആളുകൾക്ക്. ഒരു വ്യക്തിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാനല്ല അവിടെ അങ്ങനെ ആൾ വന്നിരിക്കുന്നത്. ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് അത് ഇത് അപ്പം അങ്ങനെ തന്നെയാണ് പറയുക. വീട്ടിൽ പോയി ചോദിക്കാൻ തന്നെ പറയുക കേട്ടാ. വികസനം നോക്കാറുന്നില്ലേടാ. എത്രത്തോണ്ട് റോഡുകൾ നല്ല രീതിയിലാക്കി. പാവപ്പെട്ട എത്ര പേർക്ക് 2000 രൂപ വെച്ചിട്ട് പെൻഷൻ, 35 വയസ്സ് കഴിഞ്ഞവർക്ക് 1000 രൂപ, ഒരുപാട് വീടുകൾ എന്നിട്ട് ഉണ്ടാക്കാൻ നിൽക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ നോക്കാമല്ലോ. ഒരടി തന്നെ തീരൂല. ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ഇനിയിപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയാലും, KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാലും, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും, ഇവരേനൊക്കെ ആ സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വലിച്ചിടാൻ വേണ്ടിയിട്ട് ഇവർ തുടങ്ങും. ഇവരുടെ ഇതിൽ തന്നെ മനസ്സിലായില്ലേ? നന്നായി ഭരിക്കാൻ ഇവന്മാരുടെ ആൾക്കാരെന്നെ സമ്മതിക്കില്ലാന്ന് ചുരുക്കി പറഞ്ഞ അത്രയും ഞാൻ പറഞ്ഞത്. ഇപ്പം KC വേണുഗോപാൽ കയറിയ ആര് പണിയെടുക്കും? VD സതീശൻ ഇങ്ങോട്ട് ഇറങ്ങട്ടാന്ന് പറഞ്ഞിട്ടുള്ള പണിയെടുക്കും, കുത്തിത്തിരിപ്പ്. ഇനി VD സതീശൻ കയറിയാലോ ഹൈക്കമാൻഡിൽ പിടിയില്ല. മറ്റേ KC വേണുഗോപാൽ ബുദ്ധി ഉണ്ടോ അങ്ങൊക്കെ? ബുദ്ധി ഉണ്ടോ? പക്ഷേ ഹാദിയ കേസ് അറിയോ? വൈക്കത്തുള്ള അവർ അമ്മയെയും അച്ഛനെയും കാണാൻ കൂട്ടാക്കുന്നില്ല. ഹാദിയ കേസ് അറിയോ? വൈക്കത്തുള്ള അവർ അമ്മയെയും അച്ഛനെ എന്ന് ആര് പറഞ്ഞു? അങ്ങനെ ആ കുട്ടിയുടെ അച്ഛൻ ആരായിട്ടില്ല ഇപ്പം മരണപ്പെട്ടത് എന്ന് ആര് പറഞ്ഞു? ആ ഹാദിയൊക്കെ അവിടെ അങ്ങനെ നമ്മുടെ ആരിഫ് ഹുസൈൻ പോയിട്ട് മുന്നേ സീറ്റ് പിടിച്ചിരിക്കണു. ഹാദിയയുടെ വീട്ടുകാരോ ആരെങ്കിലും ആ കുടുംബത്തിലോട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. കുടുംബത്തിലുള്ളവർ അച്ഛനോ അമ്മയോ വിളിച്ചാൽ നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോകാം ആർക്കും. കാരണം ഇപ്പോഴത്തെ അങ്ങനെയാണിടാ നമ്മുടെ കേരളത്തിലത്തൊക്കെ. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതി. ഞാൻ ഷറഫാണോ ചെരുപ്പിടാതെ പുറത്ത് പോയിട്ടുണ്ടോ? ഇല്ലടാ താത്ത, സൂപ്പർ താത്ത, എനിക്കിഷ്ടമായി. ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളെ സോറി പറയാമോ? എങ്ങനെ കൺവേർട്ടായി എന്നൊക്കെ പറയാമോ? അതൊക്കെ അങ്ങനെ ആയി. കാണാത്തത് പിന്നെ എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? എന്ത്